ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. ഇന്ന് ശബരിമലയിലേക്ക് പോകുന്ന ഒരമ്മയാണ് എനിക്ക് അനുഭവം അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. മനോഹരമായിട്ടുള്ള ഭഗവാന്റെ അനുഭവം. അയ്യപ്പസ്വാമി കൂടെയുണ്ട് എന്നാണ് അമ്മ ഉറച്ചു വിശ്വസിക്കുന്നത്. ഭഗവാന്റെ കാരുണ്യം നമുക്ക് കേട്ടു നോക്കിയാലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാനേ എന്റെ ദൈവമേ ഇത് കണ്ടപ്പോ ഞാനിപ്പം വിളിച്ചതാണ്. ഞാൻ അയ്യപ്പന്റെ കണ്ടപ്പോ എന്റെ ദൈവമേ ഞങ്ങള് മലയ്ക്ക് പോകാനായിട്ട് മാല ഇട്ടിട്ടുണ്ട്. എനിക്ക് കഥ അമ്മ വാട്സപ്പിൽ അയച്ചു തരും. ഇപ്പൊ അമ്മ പറഞ്ഞോ, ഞാൻ കേൾക്കാം. അല്ല, എനിക്കത് അങ്ങനെ അയച്ചു തരാണ്ട് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഒരു അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് കണ്ടിട്ട് വിളിക്കുന്നത്. വാട്സപ്പിൽ അമ്മയ്ക്ക് വോയിസ് അയച്ചു തരും എനിക്ക്. എന്നാൽ എനിക്ക് അത് വീഡിയോ ഇടാലോ. ഇപ്പൊ അമ്മ പറയാ, ഞാൻ കഥ കേൾക്കാലോ. നമുക്ക് ആ വോയിസ് വാട്സപ്പിൽ അയച്ചാല് നമുക്ക് എന്ത് ചെയ്യാം, യൂട്യൂബിൽ ഇടാം കേട്ടോ. ശരി, ഞാൻ എവിടെയും പറഞ്ഞ് അയച്ചു തരാം. അപ്പൊ എന്തായാലും ഈ നമ്പറിൽ അയച്ചാൽ മതി. അത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ശനിയാഴ്ചയാണ് ഞങ്ങൾ മാല ഇടുന്നത്. മാല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ നല്ല നോയമ്പും കാര്യങ്ങളും വാങ്ങാം, അല്ലാതെ ഒരു ഇതിലും അല്ല വരാൻ മുന്നേ. കാരണം അത്ര എനിക്കൊരു കുഞ്ഞുണ്ട്. കുഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ മകന്റെ കുഞ്ഞാ. അവക്ക് 6 വയസ്സായി. അവക്ക് എന്നാ നോയമ്പാന്നറിയാവോ അവളെടുക്കുന്നതാണ്. അത് ഈ ക്ഷേത്രത്തിൽ, ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെ നല്ല ഇതായിട്ട് എടുക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ പിന്നെ ചിങ്ങാനെന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പൊ എനിക്ക് അംഗൻവാടി ജോലിയുണ്ട്. ഞാൻ അംഗൻവാടി ഹെൽപ്പറാ. അപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങളിവിടെ കുറുപ്പംപടി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ വന്നിറങ്ങി. മൂലാട് ദിവാങ്കാടിക്ക് ഇപ്പുറം കുറുപ്പംപടി പറയും. അവിടെ ഇറങ്ങിയപ്പോഴത്തേക്കിന് ഒരു പട്ടി എന്റെ നേരെ കുറച്ചോണ്ട് വന്നു. ഞാനും കുഞ്ഞുമുണ്ട്, കൊച്ചും കയ്യിലുണ്ട്. ഞങ്ങള് ഒരു പട്ടിയെ കടിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ കയ്യിലൊരു കുടയുണ്ട്. കുട വെച്ച് വീശിട്ട് എമ്മ ഇതാ പോകത്തില്ല. അതായത് മുട്ടിയില്ലാണ്ട് നിൽക്കുക. അതൊന്ന് പേടിയായി. കൊച്ചും കൂടെ ഉണ്ടല്ലോ അങ്ങ്. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും കെട്ട മാലയുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും വലിയൊരു പട്ടി, എന്റെ ദൈവമേ ഭയങ്കര അതും ഇങ്ങനെ കുറച്ചോണ്ട് ഞങ്ങളെ അങ്ങ് പൂക്കള് പോലെ വിറയ്ക്കാനും തുടങ്ങി. ഞങ്ങളെ അത് എന്റെ പൊന്നെ, ആ റോഡിൽ അപ്പുറം ഇപ്പുറം എല്ലാം മാറി ഒത്തിരി പട്ടി കിടപ്പുണ്ടായിരുന്നു. ഒരു 10-13 എണ്ണം. ഈ കസേരകളി പോലെ ഞങ്ങൾ നടക്കും. ഈ പട്ടി ഇടാൻ ചുറ്റിനും ഞങ്ങളെ പൂക്കള് പോലെ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് റോഡ് സൈഡാ, വണ്ടി ഇങ്ങനെ പോകുന്ന വഴിയാ. ഞാൻ പെട്ടെന്ന് നിരങ്ങി കുഞ്ഞിനെ കൊണ്ട് കയ്യെ പിടിച്ച് പുറകോട്ട് നിരങ്ങിയിട്ട് റോഡിന്റെ നടുക്ക് കയറിയെന്ന് വണ്ടിക്ക് കൈ കാണിച്ച് വണ്ടിയെല്ലാം അങ്ങ് നിർത്തി. വണ്ടി അങ്ങ് ബ്ലോക്കായി. വണ്ടി ബ്ലോക്കായി. പുറകിലാണ്ട് ആക്റ്റീവ തന്നെ ഇടിച്ചെന്നൊക്കെ പറയുന്ന കേട്ട്. അത് കഴിഞ്ഞ് ഒരാൾ ഓടി വന്നേച്ച് പറഞ്ഞു, മോനെ കരയല്ലേ മോനെ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ നിങ്ങൾ പേടിക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് കല്ലെടുത്ത് എറിഞ്ഞില്ല. എറിയാൻ ഇങ്ങനെ ഓങ്ങിയുള്ളൂ. എല്ലാം കിടങ്ങ് പോയി. എല്ലാം അത് ഭയങ്കര അത്ഭുതം. ഞങ്ങളുടെ കഴുത്ത് മാലയുണ്ടായത് കൊണ്ട് ഞങ്ങൾക്ക് തോന്നിയില്ല അയ്യപ്പനായെന്ന് പറഞ്ഞപ്പോൾ ശരി വയ്യ. അന്നത്തെ എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല. അത്ര അനുഭവം അന്ന് നടന്നെടുക്കാൻ കാണാം. കുഞ്ഞു അന്ന്. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ കണ്ടമാൻ അലറുന്ന. പക്ഷെ അന്ന് അത്ര അലറാനും തോന്നിയില്ല. അന്ന് അലറി കൂടി. കുഞ്ഞും അവളും പോലും പേടിച്ച് അലറുന്ന. അവള് വന്ന് കണ്ടു ഒത്തിരി അങ്ങ് അലറിയില്ല. അന്ന് കാറി അങ്ങ്. പിന്നെ വണ്ടി വന്ന് തടഞ്ഞ്. പിന്നെ ഞങ്ങള് ഏതോ ഒരാൾ ഓടിച്ചെന്ന് പറയാങ്ങ്. ഓടിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ട് വണ്ടിക്കാരും പോയി. അന്നേരം ഇങ്ങോട്ട് മാറിയപ്പോഴത്തേക്കിനും ഒത്തിരി പേര് എന്നോട് പറഞ്ഞു, എന്റെ ചേച്ചി ഞങ്ങളുടെ ഒക്കെ കൈ ഫോണുണ്ടായിരുന്നു, ഫോണൊന്നും പിടിക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ വരവും ഇത്രയും പട്ടി 13 പട്ടി ഉണ്ടെന്ന് അവര് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. കുട്ടിയെ ഞങ്ങൾ കണ്ട് ആദ്യം ഒരെണ്ണം ഓടി വന്ന്, പിന്നെ 5-8 എണ്ണം ഓടി വരുന്ന കാണുന്നങ്ങ്. അയ്യോ ചുറ്റിനും നിന്നിട്ട് ഞങ്ങൾക്ക് വൈകി അങ്ങ് ഇതുപോലൊരു വിഷമമില്ലായിരുന്നു. ഇത് ഞാൻ ഫോണിൽ കണ്ടപ്പോഴത്തേക്കിനേ പറയാമല്ലോ എന്ന് ഓർത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു. കേട്ടതിൽ എന്താ സന്തോഷം, നല്ല സന്തോഷായിട്ടമ്മേ കേൾക്കാൻ പറ്റിയത്. നമുക്ക് ഒരു ദുഃഖം വന്നിട്ട് നമുക്കൊരു പാമ്പാണെങ്കിലുണ്ടല്ലോ, നമ്മൾ കടിച്ചാൽ നമ്മൾ അങ്ങ് ചത്തുപോയെന്ന് പോക്കോട്ടെ. ആരും ജനനമുണ്ടേ മരണം ഉണ്ടാണോ? പക്ഷെ ഈ പട്ടിയുടെ അനുഭവം ഓർത്ത് നോക്കിക്കേ. നമ്മൾ പിന്നെ എന്തിനാ ജീവിക്കുന്നത്? അത് എന്റെ കൂടെ കുഞ്ഞും. അത് ഭയങ്കര അനുഭവമായി പോയി കേട്ടോ. അവിടെ നീങ്ങുന്നവർക്കെല്ലാം അത്ഭുതം. പക്ഷെ വണ്ടിയൊക്കെ കുറെ നേരത്തേക്ക് 10 മിനിറ്റ് നേരത്തേക്കിന് വണ്ടി അങ്ങ് ഞാൻ യാദൃശ്യമായിട്ട് ഇങ്ങനെ നിരങ്ങി പുറകോട്ടേക്ക് വണ്ടി അങ്ങ് കിടക്കുവായിരുന്നു. അപ്പൊ ഞാൻ അറിഞ്ഞോണ്ട് കൈ നീട്ടി നിർത്തിയത്. പക്ഷെ വണ്ടിക്കാരും നിർത്തുമ്പോ ഞങ്ങൾക്ക് രക്ഷപ്പെട്ടിട്ടുണ്ടായി.
അതെ ഇപ്പൊ വണ്ടിയിൽ ഇരുന്നവർക്കെല്ലാം ഇറങ്ങാൻ പേടിയോ ആയിരുന്നു. പക്ഷെ പിന്നെ അടുത്ത് നിന്ന് 1-2 പേര് അയലക്കംകാരെ ഓടി വന്നിട്ട് കല്ലെടുത്ത് എന്നിട്ട് എറിഞ്ഞില്ലെന്നാ കൊച്ചു പറയുന്നത്. ഞാനിങ്ങനെ എറിഞ്ഞായിട്ട് എനിക്ക് അങ്ങ് തോന്നിപ്പോയി എന്നാ. പക്ഷെ ഒന്നര അത് ഓടി. എന്തായാലും ഭഗവാന്റെ ഒരു കാവലുണ്ട് എന്നുള്ളതാണ്, കൂടെ ഉണ്ട്. അതെ അതെ. ഒരിക്കലും അയ്യപ്പനുണ്ട് എന്റെ ദൈവമേ, ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് എല്ലാരും നിങ്ങൾക്ക് ഭഗവാനെ വിളിക്കാൻ മേലെന്ന്. പക്ഷെ അത് നമുക്ക് വിളിക്കാനായിട്ട് അന്നേരം തോന്നിയില്ല. പക്ഷെ വിളിക്കണ്ട, ഭഗവാൻ എന്ന് വിളിക്കുന്നതല്ലേ, ഭഗവാൻ കൂടെ ഉണ്ട്. നമ്മളെ പെട്ടെന്ന് വിളിക്കണമെന്നൊന്നുമില്ല. ഈ 6 വയസ്സുള്ള ഈ കൊച്ചു പെൺകുഞ്ഞാണ് ഈ കുഞ്ഞ് രാവിലെ കുളിച്ചിട്ടും വൈകിട്ട് വിളക്കെത്തിക്കുമ്പോഴേ സ്വാമിയേ ശരണയ്യപ്പന്ന് ഉറക്കെ വിളിക്കും. അവിടെ ദൈവാനുഗ്രഹമാണ്, അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് 2 പേർ ഞങ്ങളെ മുട്ടിയില്ലെന്ന് പറഞ്ഞു ഇത്രയും പട്ടികന്ന്. 1-2 ആണ് റിപ്പോർട്ട്. നമുക്ക് 10-13 ഇടയ്ക്ക് ഞങ്ങൾ രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ നോർത്ത് നോക്കി അത് എല്ലാം ഒരുപോലെ കൊരച്ചോണ്ടാണ്. അതൊന്ന് പറഞ്ഞു. ഞാനെന്നാ എനിക്ക് ഇതിലിടാൻ ഈ നമ്പറിലോട്ട് ഇട്ടാൽ മതി അല്ലേ? ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് വോയിസ് വിട്ടാൽ നമുക്ക് വീഡിയോയിൽ ഇടാം. അപ്പൊ ഭഗവാന്റെ കഥകൾ മറ്റുള്ളവരും കേൾക്കാന്ന് പറയുമ്പോ അതൊരു ഭാഗ്യല്ലേ, എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും നമ്മളെ ചാനലിൽ ഒരുപാട് ആൾക്കാർ കാണുന്നവരുണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം ഭഗവാനിലേക്ക് വരാനൊക്കെ പറ്റില്ല. നമ്മൾ കാരണം, നമ്മുടെ ഒരു കഥ കാരണം മറ്റുള്ളവരും കൂടി ഭക്തിന്റെ ഇതിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യല്ലേ അമ്മയുടെ ഈ കഥ കേൾക്കുമ്പോ. അപ്പൊ തീർച്ചയായിട്ടും ഇതുപോലെ നമ്മൾ പറഞ്ഞാ മതിയോ? അമ്മ ഈ പറഞ്ഞ പോലെ തന്നെ വോയിസ് ഇട്ടാ മതി, വാട്സപ്പില് വോയിസ് ഇട്ടാ മതി. നല്ല രസം കേൾക്കാനും. കേൾക്കുമ്പോ തന്നെ ഞാൻ എന്റെ കണ്ണിൽ ഇങ്ങനെ കാണും ഒരുപാട് നായ്ക്കളുടെ ഇടയിൽ ഇങ്ങനെ അമ്മയും മോളും ഇങ്ങനെ നിൽക്കുന്നത്. 13 അതൊരു കണ്ടവരാ പറഞ്ഞ 13 കൊച്ചെ നിങ്ങൾ അത്രത്തില് കണ്ടില്ലേ? നിങ്ങളുടെ ഞങ്ങളുടെ അന്നേരത്തെ നിപ്പെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. മറ്റുള്ളവർക്ക് അറിയത്തുള്ളൂ, കണ്ടവർക്ക് അങ്ങ് കണ്ടവർക്ക് എന്തെന്ന് വളരെ മനസ്സിലായി. പക്ഷെ അവരാരെങ്കിലും ഒന്ന് ഫോട്ടോ എടുത്താൽ മതിയായിരുന്നു. ഒരു പുള്ളിക്കാരി എന്നോട് പറയാം എന്റെ ഫോണൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എടുക്കാൻ എന്തായാലും എന്റെ ചേച്ചി എനിക്ക് മനസ്സ് വന്നില്ല. കാരണം ഇത്രയും പട്ടി. പിന്നെ നമ്മള് മാനസികമായിട്ട് അങ്ങോട്ട് തകർന്നിട്ടുണ്ട്. ഞങ്ങള് പുറകിലോട്ട് ഇങ്ങനെ കുഞ്ഞിന്റെ കയ്യിലും പിടിച്ച് ഈ പിച്ച വെച്ചിട്ടുന്ന പിള്ളേരില്ലേ അതുപോലെ. പക്ഷെ ഓടാൻ പറ്റത്തില്ല, ഓടാൻ പേടി. ഓടിയാ ഇത് ചാടി കയറുന്നത്. അതാണ് ഈ വന്നിട്ട് നിരങ്ങി ചെന്നിട്ട് റോഡിന്റെ നടുക്കായിട്ട് വണ്ടിക്കാരെ എല്ലാം തടഞ്ഞങ്ങ. പിന്നെ അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാകുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു നഖം പോലും കൊള്ളുവോ, അതിന്റെ ശരീരങ്ങൾ ഞങ്ങളുടെ ദേഹത്ത് മുട്ടിയിട്ടില്ല. ഞങ്ങളുടെ അതായത് തൊട്ടടുത്ത് ഞങ്ങള് ഈ ഇത്രയും എണ്ണം നടക്കും, ചുറ്റിനും ഞങ്ങൾ നടക്കും. അതിന്റെ അടച്ചുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. അത് അന്നത്തെ എന്റെ ഒരുപോലെ എനിക്ക് മറക്കാൻ പറ്റില്ലാത്തൊരു കാര്യമാണ് നടന്നത്. കുഞ്ഞും കൂടെ പോട്ടെ, ഞാൻ തന്നെയാണ് പോട്ടെ, എങ്ങനെയും എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ പോയി എവിടെയെങ്കിലും പോയി ആത്മഹത്യം ചെയ്താലും മതി. ഇതൊക്കെ സംഭവം, ഇങ്ങനെ ഒരു സംഭവങ്ങൾ നമ്മുടെ കൂടെ ഒരു കുഞ്ഞില്ലേ. ഭഗവാന്റെ ഒരു കാവലുണ്ട് എന്നുള്ളതാണ് അവിടെ ഏറ്റവും വ്യക്തമായിട്ടുള്ളത്. പിന്നെ അയ്യോ ഭഗവാൻ ഉറപ്പായിട്ടും ആ നിമിഷം അവിടെ പ്രത്യേക. പക്ഷേ ഞങ്ങൾക്ക് സ്വാമിയേ ശരണമയ്യപ്പ. ഒരു നെഞ്ചിടിപ്പോടെയല്ലാതെ അമ്മയുടെ അനുഭവം കേട്ടു നിൽക്കാൻ സാധിക്കില്ല. മനോഹരമായിട്ടുള്ള ഒരു അനുഭവം. സത്യത്തിൽ ഇതെൻ്റെ ഫോണിൽ റെക്കോർഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അമ്മ വിളിച്ചപ്പോൾ വാട്സപ്പിലേക്ക് അയക്കുമോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ അത്രയും വികാരത്തോടെ ആ അമ്മയുടെ അത്രയും ആ ഒരു ഇതോടുകൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് സാധിക്കില്ല. അപ്പം ഞാൻ വളരെ വിഷമത്തിലായിരുന്നു. ഭാഗ്യത്തിന് റെക്കോർഡ് തുറന്നപ്പോൾ അമ്മയുടെ ഈ ഒരു വോയിസ്, 2 വോയിസും അതുപോലെ ഭഗവാന്റെ അനുഭവം പറഞ്ഞു വന്നിട്ടുള്ള 2 വോയിസ് ഇതുപോലെ റെക്കോർഡായിട്ടുണ്ട്. അപ്പോൾ അതെനിക്കൊരു വല്ലാത്തൊരു അത്ഭുതം കേട്ടോ. അത് കൊടുക്കണം എന്നുള്ളത് ഭഗവാന്റെ തീരുമാനമാണ്. അപ്പം ഞാൻ ഉടനെ തന്നെ ആ വീഡിയോ ചെയ്യുകയാണ്. ഇന്ന് എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. അമ്മ വാട്സപ്പിൽ അയച്ചാലേ എനിക്കത് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള ധാരണയിലായിരുന്നു ഇരിക്കുന്നത്. പക്ഷേ ഭഗവാന്റെ പ്ലാൻ വേറെ ആയിരുന്നു. ഓൾറെഡി അതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി വോയിസ് ഒന്നുമില്ല. ഈ അനുഭവങ്ങൾ പറഞ്ഞിട്ടുള്ള 2 വോയിസ് മാത്രമാണ് റെക്കോർഡായിട്ടുള്ളത് എന്നുള്ളതാണ് അത്ഭുതമായിട്ട് തോന്നിയത് കേട്ടോ. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അനുഭവങ്ങൾ കേൾക്കാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. ഭക്തിയുടെ വെളിച്ചം എല്ലാവരിലും നിറയട്ടെ. തീർച്ചയായിട്ടും അനുഭവങ്ങൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാനുള്ള നമ്പറുണ്ട്, അതിലേക്ക് അയക്കട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും വിലപ്പെട്ട കമൻറ്റുകളൊക്കെ താഴെ എഴുതി അറിയിക്കുക.
നിങ്ങളുടെ കമൻറ്റും സപ്പോർട്ടും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത്. താങ്ക് യു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം.